ഹലോ, അപ്പോൾ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ചിക്കൻ ടിക്കയുടെ റെസിപ്പിയാണ്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ടേസ്റ്റിൽ തന്നെ വീട്ടിലെങ്ങനെയാണ് ചിക്കൻ ടിക്ക റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കി നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് റെസിപ്പി കണ്ടുനോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ കട്ടിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. ഇതിലെ വെള്ളമൊക്കെ ഒരു കോട്ടൺ തുണിയിലേക്ക് ഇട്ടിട്ട് നന്നായി കളഞ്ഞ ശേഷമാണ് ഇത് എടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണ് ഗരം മസാല പൊടിച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കസൂരി മേത്തിയാണ്. ഇതൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കും. ഇനി ഇതിലേക്ക് റെഡ് ഫുഡ് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണ്. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. നല്ല പേസ്റ്റ് രൂപത്തിലാവണ വരെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ചേർക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് വീണ്ടും മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ ഇതുപോലെ ക്യൂബാക്കിയിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മാരിനേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലൊരു 3 മണിക്കൂർ വെച്ച് കൊടുക്കാം. ഓവർനൈറ്റൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിതിവിടെ ഫ്രൈ ആക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ചിക്കനെല്ലാം ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇനി ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ആദ്യം ഒരു 2 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. ഒരു സൈഡ് കുക്കായെന്ന് തോന്നിയാൽ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഒരു സൈഡ് കറക്റ്റായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡും കൂടി ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഇതാ വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് പുറം ഭാഗം ഒന്ന് ഡാർക്ക് കളറായിട്ട് കിട്ടാനായിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ചിക്കനെല്ലാം ഇവിടെ കറക്റ്റായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എല്ലാ പീസുകളും ഇതുപോലെ തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ എല്ലാ ചിക്കൻ പീസുകളും ഞാനിവിടെ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ചെറിയൊരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കത്തിച്ചിട്ടുള്ള ചാർക്കോൾ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് മൂടി വെക്കാം. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ മൂടി വെച്ചിട്ട് നമുക്ക് തുറക്കാം കേട്ടോ. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കാം. എന്നിട്ട് ഈ ഒരു പാത്രം ഇതിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഇതിന് നല്ല ഒരു സ്മെല്ല് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്